കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. പ്രഗ്നൻ്റ് ആകുന്ന ഒരു സമയത്ത് ഒരു സ്ത്രീക്ക് വളരെ വിചിത്രങ്ങളായിട്ടുള്ള പലതരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്നെ ഈ ചാനലും ഫോളോ ചെയ്യുന്നവർക്ക് അറിയാൻ സാധിക്കും. നമ്മൾ പറയുന്ന സോ കോൾഡ് പ്രഗ്നൻസി ലക്ഷണങ്ങളല്ലാതെ ഭയങ്കര വിയേർഡ് ആയിട്ടുള്ള ഇത് പ്രഗ്നൻസി ലക്ഷണമാണോ എന്ന് നമ്മൾ ചിന്തിക്കുന്ന തരത്തിലുള്ള ഒരുപാട് ലക്ഷണങ്ങളെ പറ്റിയിട്ട് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. ഇത് പഠിക്കാനായിട്ടുള്ള ഒരു ആഗ്രഹം എനിക്ക് കൂടിക്കൂടി വരിക. കാരണം ഇത്രയും ഡിഫറെൻ്റ് ആയിട്ട് പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ തന്നെ ചിന്തിച്ചു പോകും. അങ്ങനെയുള്ള ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. തുടക്കത്തിൽ തന്നെ പറയട്ടെ, ഒരു ലക്ഷണവും ഇല്ലാതെ പ്രഗ്നന്റ് ആകുന്ന ഒരുപാട് പേരുണ്ട്. ഈ ഒരു ലക്ഷണവും ഇല്ലാതെ പ്രഗ്നന്റ് ആകുന്നു എന്ന് പറയാനായിട്ട് കാരണം നമ്മൾ പറഞ്ഞിട്ടുള്ള, നമ്മൾ കണ്ടിട്ടുള്ള, നമ്മൾ കേട്ടിട്ടുള്ള സോ കോൾഡ് പ്രഗ്നൻസി ലക്ഷണങ്ങളായിട്ടുള്ള തലകറക്കം, വോമിറ്റിംഗ് അല്ലെങ്കിൽ നെഞ്ചരിച്ചൽ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊന്നും ഇല്ലാതെ ഭയങ്കര വിയേർഡ് ആയിട്ടുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങൾ വെച്ചിട്ട് പ്രഗ്നന്റ് ആകുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ സോ കോൾഡ് പ്രഗ്നൻസി ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഇല്ലെങ്കിലും നിങ്ങൾ ഡേറ്റ് മിസ് ആകുന്നുണ്ടോ എന്ന് മാത്രം ശ്രദ്ധിക്കുക. ചാനലിൽ ഏത് തരത്തിലുള്ള പ്രഗ്നൻസി വീഡിയോസ് ചെയ്താലും നിങ്ങൾ ടെൻഷൻ ആകേണ്ട ആവശ്യമില്ല. അത് കേൾക്കുക, ജസ്റ്റ് അതൊന്ന് ചിന്തിക്കുക. ആ ലക്ഷണം കാണുന്നുണ്ടെങ്കിൽ ശരീരത്തിന് കെയർ കൊടുത്ത് അങ്ങോട്ട് വിടുക. ആ മാസവും നിങ്ങൾക്ക് നഷ്ടമായി പോകുന്നുണ്ടെങ്കിൽ ഒരിക്കലും ടയേർഡ് ആകാതെ, ഒരിക്കലും ഡെസ്പ് ആവാതെ അടുത്തൊരു മാസവും നമുക്ക് നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് മുൻപോട്ട് പോകാനുണ്ടാകും എന്ന് പ്രതീക്ഷിച്ച് നിങ്ങൾ ഉയർത്ത് എഴുന്നേറ്റ് വരാം കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോ തുടങ്ങിയാലോ. ഇവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ആംപിറ്റിൽ വരുന്ന ഒരു പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ടാണ്. നമ്മുടെ കൈക്ക് ആ ഇടയിലുള്ള ഭാഗം, നമ്മുടെ കക്ഷത്തിന്റെ ആ ഒരു ഭാഗം, അവിടെ പ്രഗ്നൻസി ലക്ഷണം ഉണ്ടാകുമോ എന്ന് നിങ്ങൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവില്ലേ? അവിടെയും ഉണ്ടാവും പ്രഗ്നൻസി ലക്ഷണം. ഈ പ്രഗ്നൻസി ലക്ഷണം ഉണ്ടാവുന്നത് അവിടുത്തെ സ്കിന്നിൽ ഉണ്ടാവുന്ന കളർ ചേഞ്ച് മൂലമാണ് കേട്ടോ. പലരുടെയും ആംപിറ്റ് ഡിഫറെന്റ് കളേഴ്സ് ആയിരിക്കും. ചിലരുടെ ഒരു വൈറ്റ് പിങ്ക് ഷെയ്ഡ് ആയിരിക്കും, കാരണം അവരുടെ സ്കിന്നിന്റെ കളർ തന്നെയായിരിക്കും ചിലർക്ക് ഉണ്ടാവുന്നത്. ചിലർക്ക് സ്കിന്നിന്റെ കളറിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ടുള്ള കളർ ആയിരിക്കും ഉണ്ടാവുന്നത്. നോർമലി ആംപിറ്റ് ബ്ലാക്ക് ആയിട്ടുള്ളവർക്ക് ഈ ഒരു ലക്ഷണം റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല കേട്ടോ. അങ്ങനെയുള്ളവരാണ് നിങ്ങളെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കേൾക്കണമെന്നില്ല. എന്നാൽ നേരെ മറിച്ച് നമ്മുടെ സ്കിന്നിന്റെ കളറോ അല്ലെങ്കിൽ സ്കിന്നിനേക്കാളും കുറേ കൂടി ബ്രൈറ്റ് ആയിട്ടുള്ള കളറോ ആണ് നിങ്ങളുടെ ആംപിറ്റിൽ, നിങ്ങളുടെ അണ്ടർ ആമിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നതെങ്കിൽ ഈ ലക്ഷണം നിങ്ങൾക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാനായിട്ട് സാധിക്കും. കാരണം നിങ്ങൾ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിലെ പല ഭാഗങ്ങളിലും പിഗ്മെന്റേഷനിൽ, അതായത് കളറിൽ വ്യത്യാസം വരാറുണ്ട്. ഈ പിഗ്മെന്റേഷനിലെ വ്യത്യാസം നമുക്ക് ഉണ്ടാവാനായിട്ട് പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അതിൽ രണ്ട് മെയിൻ ഇമ്പോർട്ടന്റ് റീസണെ പറ്റി നമുക്ക് സംസാരിക്കാം. ആദ്യത്തെ വ്യത്യാസം എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഈസ്ട്രജൻ ഹോർമോണിന്റെയും പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെയും ഇൻക്രീസ്. ഈസ്ട്രജൻ ഹോർമോണും പ്രൊജസ്ട്രോൺ ഹോർമോണും നമ്മുടെ മെൻസ്ട്രൽ സൈക്കിളിൽ രണ്ട് പാർട്ടായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒരു ഭാഗത്ത് നമ്മുടെ ഫോളിക്കുലർ ഫേസിൽ ഈസ്ട്രജൻ ഹോർമോണിന്റെ ഡൊമിനൻസ് ആണ് ഉണ്ടാകുന്നതെങ്കിൽ ലൂട്ടിയൽ ഫേസിൽ നമുക്ക് വേണ്ടത് പ്രൊജസ്ട്രോൺ ഹോർമോൺ ആണ്. ഈസ്ട്രജൻ ഹോർമോണും പ്രൊജസ്ട്രോൺ ഹോർമോണും നമ്മൾ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ഒരേപോലെ ഇൻക്രീസ് ആകുന്നു. ഈ ഇൻക്രീസ് ആവുന്നതിന്റെ ഭാഗമായി നമ്മളുടെ ശരീരത്തിൽ മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. മെലാനിന്റെ ഓൾറെഡി നമ്മുടെ ശരീരത്തിൽ മെലാനിൻ ഉണ്ട്. നമ്മുടെ സ്കിന്നിന് ഒരു കളർ വരുന്നത് മെലാനിൻ ഉള്ളത് കൊണ്ടാണ്. ഈ മെലാനിന്റെ അളവ് നമ്മളുടെ ശരീരത്തിൽ പ്രഗ്നന്റ് ആകുമ്പോഴേക്കും കൂടുന്നു. ഇങ്ങനെ കൂടുന്നതിന്റെ ഭാഗമായിട്ട് പിഗ്മെന്റേഷനിൽ വ്യത്യാസം ഉണ്ടാകുന്നു. ആ പിഗ്മെന്റേഷനിൽ വരുന്ന വ്യത്യാസം നമ്മളുടെ ശരീരത്തിലെ ഇങ്ങനെയുള്ള ഭാഗങ്ങൾ, അതായത് ആംപിറ്റ് പോലെയുള്ള ഇങ്ങനെ ഇടുക്ക് പോലെയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് തിന്നാകുന്നതിനും അതിന്റെ കളർ ചേഞ്ചസ് ഉണ്ടാകുന്നതിനും കാരണമാകുന്നു. നോർമലി ഉണ്ടായിരുന്ന കളറിനെ അപേക്ഷിച്ച് കുറേയും കൂടി ഡാർക്ക് ആയിട്ട് ആ ഒരു ഷെയ്ഡ് വ്യത്യാസം വരാം. ചിലർക്ക് ഡാർക്ക് ആയിട്ടുള്ള ഒരു ബ്രൗൺ ഷെയ്ഡിലോ ചിലർക്ക് ബ്ലാക്ക് ഷെയ്ഡിലോ ആയിരിക്കും ഈ ഒരു വ്യത്യാസം കാണാനായിട്ട് സാധിക്കുന്നത്. രണ്ടാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന, നമ്മളുടെ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമ്മളിൽ പ്രൊഡ്യൂസ് ആകുന്ന, നമ്മളുടെ ഗർഭസ്ഥ ശിശുവിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാകുന്ന പ്ലസന്റ ഫോർമേഷൻ. ഈ പ്ലസന്റ ഫോർമേഷൻ ഉണ്ടാകുമ്പോഴേക്കും പ്ലസന്റയിൽ നിന്നും ഹോർമോൺസ് സെക്രേറ്റ് ചെയ്യാറുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് പ്ലസന്റ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസിന്റെ വ്യത്യാസം കൊണ്ടും പലർക്കും സ്കിന്നിൽ അത്തരത്തിലുള്ള കളർ ചേഞ്ചസ് ഫീൽ ചെയ്യാറുണ്ട്. പെട്ടെന്ന് തന്നെ ഈ ഒരു മാറ്റം നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കണമെന്നില്ല. പക്ഷേ ഗ്രാജുവലി ആ ഒരു കളറിന് വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ നമുക്കത് പ്രഗ്നൻസി ആയതായിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ എഴുന്നേറ്റ് അണ്ടർആം നോക്കുമ്പോഴേക്കും ഇത് ഡാർക്ക് കളർ ആയല്ലോ എന്ന് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാനായിട്ട്, അങ്ങനെ ഒരു ചേഞ്ച് ഒരിക്കലും നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാവില്ലല്ലോ. ഗ്രാജുവലി കളർ കൂടി 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 ഒരു വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ പീരിയഡ്സ് മിസ് ആകുന്നതിന് മുൻപ് തന്നെ നമുക്ക് ഈ ഒരു വ്യത്യാസം കാണാനായിട്ട് സാധിക്കും. ഇനി അത്തരത്തിലുള്ള വ്യത്യാസങ്ങളൊന്നും നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിലും നിങ്ങൾ ടെൻഷൻ ആവണ്ട. ജസ്റ്റ് നിങ്ങളുടെ പീരിയഡ്സ് മിസ് ആകുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ.
ഇനി ഇത്തരത്തിലുള്ള വ്യത്യാസം കാണുമ്പോഴേക്കും പെട്ടെന്ന് അത് കണ്ട് നമ്മൾ ടെൻഷൻ ആകാനോ അല്ലെങ്കിൽ ഇപ്പോൾ സ്ലീവ്ലെസ് ഒക്കെ ഇടുന്നവർക്ക് ആ ഒരു ചേഞ്ച് അവിടെ വരുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കുമല്ലോ. സ്ലീവ്ലെസ് ഇടുന്നവർക്ക് ഭയങ്കര ഒരു വിയേർഡായിട്ട് ആ ഒരു സമയത്ത് ചിലപ്പോൾ ഫീൽ ചെയ്യാം. അങ്ങനെയുള്ളവർക്കൊക്കെ നിങ്ങൾ ഒട്ടും തന്നെ ടെൻഷൻ ആവണ്ട. പ്രഗ്നൻസി സമയത്ത് മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുകയുള്ളൂ. നമ്മൾ പ്രഗ്നൻസി കഴിഞ്ഞ് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ആ ഹോർമോൺസ് ഒക്കെ ആ ബാക്ക് ടു നോർമൽ സ്റ്റേജിലോട്ട് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള കളർ എന്താണോ ഉണ്ടായത് ആ കളർ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ അതോർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇതുപോലെ പല ഭാഗങ്ങളിലും നമുക്ക് ഇത്തരത്തിൽ കളർ ചേഞ്ചസ് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന മെലാസ്മ എന്നൊരു കണ്ടീഷൻ വെച്ചിട്ടാണ് നമുക്ക് ഇത്തരത്തിൽ കളർ ചേഞ്ചസ് ഉണ്ടാകുന്നത്. ഇങ്ങനെ കളർ ചേഞ്ച് നമ്മുടെ കഴുത്തിന്റെ ഭാഗത്തുണ്ടാകാം, അല്ലെങ്കിൽ നമ്മുടെ തൈസിന്റെ ഭാഗത്തുണ്ടാകാം, നമ്മുടെ മുഖത്തിന്റെ നമ്മുടെ നോസിന്റെ ആ ഒരു ഇടുക്ക് ഭാഗം ഉണ്ടല്ലോ, നോസും സ്കിന്നും കൂടി ടച്ച് ആകുന്ന കവളും കൂടി ടച്ച് ആകുന്ന ആ ഒരു ഭാഗത്ത് നമുക്ക് കളർ ചേഞ്ചസ് ഉണ്ടാകാം. ഇങ്ങനെ പലതരത്തിൽ പല ക്യൂരിയസ് ആയിട്ടുള്ള കളർ ചേഞ്ചസും നമുക്ക് പ്രഗ്നൻസി സമയത്ത് ഉണ്ടാവാം കേട്ടോ. ഇത്തരം ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കേൾക്കുക. ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ശരീരം നല്ലതുപോലെ ശ്രദ്ധിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, ശരീരത്തിന് എക്സ്ട്രാ കെയർ നമ്മൾ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ കിട്ടുന്നില്ലെങ്കിലോ, നമ്മൾ തമ്മിൽ ഓൾറെഡി ഒരു കോൺവെർസേഷൻ ഉണ്ടായിട്ടും അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിലോ, ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നവർ എത്രയാണോ നിങ്ങളുടെ കൃത്യം സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതിനെയാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അതായത് ജനുവരിയിൽ നിങ്ങൾക്ക് ഒരു 1-ാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ, ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് 2-ാം തീയതിയാണ് ബ്ലീഡിങ് വരുന്നതെങ്കിൽ, ജനുവരി 1-നെ ഡേ 1 ആയിട്ടെടുത്ത് ഫെബ്രുവരി 2 വരെ എത്ര ദിവസമുണ്ടോ അത് എണ്ണി പറയുന്നതാണ് സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. ബ്ലീഡിങ് നടന്ന ദിവസം നിങ്ങൾ എടുത്താൽ മതിയാകും. സ്പോട്ടിങ് നടന്ന ദിവസം, അതായത് ചെറുതായിട്ടുള്ള ബ്രൗൺ ഡിസ്ചാർജോ ബ്രൗൺ കളറുള്ള സ്പോട്ടിങ്ങോ വന്ന ദിവസം നിങ്ങൾ എടുക്കേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് ചോദിക്കുന്ന സമയത്ത് എന്നാണോ ഡേറ്റ് അത് നിങ്ങൾ മെൻഷൻ ചെയ്യാതിരിക്കുക. അതായത് ചില ആളുകൾ ജനുവരി 16, ഫെബ്രുവരി 14 അങ്ങനെ പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.